بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي ليقرب من هذا رشدا ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا واتل ما أوحي إليك من ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وجه كلام القوم غير مخطئ ومعلما وقر ولست مجادلا واستفسر الأستاذ واترك ما بدا. قام
بالكتابك قبل وقت مطالعة بصحيح كتب واضح قد عُوِّل طالع مرارا متنه قبل الشرع فإنه أولى وأحسن موئلا وابدأ بفرض العين ثم اعمل به ثم الكتاب فسنة مترتلا لا تغترر بوقوع أهل زماننا في منطق ثم الكلام توغلا طالع أخي إحياء غزال تنل فيه الشفاء من كل داء عضلا. ആദരണീയരായ സയ്യിദുമാർ, ബഹുമാന്യരായ ഉലമാക്കൾ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ലളിതമാണ്, അതോടൊപ്പം ഗഹനവുമാണ്. ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഖുർആൻ എന്ന പദം തന്നെയാണ്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം വായന. പ്രാചീന ശിലായുഗം, പിന്നെ ശിലായുഗം, അതുകഴിഞ്ഞ് ലോഹയുഗം, ധാരാളം യുഗങ്ങൾ കഴിഞ്ഞ കാല ജനങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങൾ ഏറ്റവും പ്രധാനമായി അവലംബിച്ചിരുന്ന നാമങ്ങളുടെ പേരിലാണ് ആ കാലഘട്ടം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. BC 6000 മുൻപ് ഉള്ള കാലഘട്ടത്തെ ചരിത്രാതീത കാലം എന്ന് നരവംശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ അതിനു മുൻപുള്ള കഥകൾ മനുഷ്യന് അറിയില്ല, ചരിത്രകാരന്മാർക്ക് അറിയില്ല. അറിയാവുന്നത് ചില നിഗമനങ്ങൾ മാത്രമാണ്. BC 6000 മുൻപ് എവിടെയെല്ലാം മനുഷ്യർ താമസിച്ചിരുന്നുവെന്നോ ആ താമസിച്ച ജനവിഭാഗത്തിൻ്റെ കൾച്ചർ എന്തായിരുന്നുവെന്നോ കണിശമായി പറയാൻ ചരിത്രരേഖകൾ നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ മുൻപിൽ ഇല്ല. എന്നാൽ വളരെ അഭിമാനത്തോടുകൂടി മുസ്ലിം സമുദായത്തിന് പറയാൻ കഴിയും, 8000 കൊല്ലത്തെ ചരിത്രം ഖണ്ഡിതമായി സ്പഷ്ടമായി പറയാനും അത് മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിച്ചു കൊടുക്കാനും കഴിയുന്ന രൂപത്തിൽ ഇസ്ലാം മഹത്തായ മനുഷ്യ സംസ്കാരത്തെക്കുറിച്ച് വാചാലമാകുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആദ്യമായി ഭൂമിയിൽ ഉണ്ടായ സംസ്കാരം ആദം ഹവ്വ ദമ്പതികളിലൂടെ വന്ന കൾച്ചറാണ്. അതിനുശേഷമാണ് മോഹൻജദാരോ, ഹാരപ്പ, സിന്ധു നദീ തട സംസ്കാരങ്ങളും മെസൊപ്പൊട്ടോമിയൻ സംസ്കാരവുമെല്ലാം വന്നത് പിന്നീടാണ്. ആദ്യമായി ഭൂമിയിൽ വന്ന കൾച്ചർ ആദം ഹവ്വ ദമ്പതികളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഖുർആൻ പറയുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പരാമർശങ്ങൾ ഗീതയിലും ബൈബിളിലുമെല്ലാമുണ്ട്. ശിവനും പാർവതിയും ആണ് ആദ്യത്തെ മനുഷ്യർ എന്ന് ഗീത പറയുമ്പോൾ ആദമും ഹവ്വയുമാണ് ആദ്യത്തെ മനുഷ്യർ എന്ന് ബൈബിളും പറയുന്നു. എല്ലാവരും ഏതാണ്ട് ഒരേ നാമവും സ്വഭാവവും വിവരിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ മനുഷ്യൻ എത്ര കാലം ജീവിച്ചുവെന്നും അയാൾക്ക് എത്ര കുട്ടികളുണ്ടായി എന്നും ആദ്യത്തെ മനുഷ്യന്റെ ഖബർ എവിടെയെന്നും ആദ്യത്തെ സ്ത്രീയുടെ ഖബർ ജിദ്ദയിലാണ് എന്നത് അടക്കമുള്ള ജദ്ദ എന്ന് പറഞ്ഞാൽ വലിയുമ്മ, ജിദ്ദ
ആ വലിയുമ്മ എന്ന വാക്കിനുള്ള അറബി പദമായ ജദ്ദത്താണ് പിന്നീട് ജിദ്ദയായി നാം ഉച്ചരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ മനുഷ്യരുടെ വ്യക്തമായ കഥയും ചരിത്രവും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇവിടെ വിവിധ സംസ്കാരങ്ങളെ പറ്റി ഇസ്ലാം വാചാലമാകുന്നത്. ആ കൾച്ചറുകളെ ഓരോ കാലഘട്ടത്തിലും പ്രത്യേകമായ ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രാചീന ശിലായുഗം, പിന്നീട് ശിലായുഗം, പിന്നീട് ലോഹയുഗം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ യുഗങ്ങൾക്ക് പേരിടാവുന്നതാണ്. സപ്താത്ഭുതങ്ങളെ നിർണയിക്കാൻ വേണ്ടി വോട്ടവകാശം അനുവദിക്കപ്പെടുകയും താജ്മഹലിനെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കോളേജ് ലെവലിൽ പ്രത്യേകമായ സന്ദർഭം ഇമെയിലിൽ അനുവദിച്ചു കിട്ടുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ കമ്പ്യൂട്ടർ യുഗമെന്നോ പ്ലാസ്റ്റിക് യുഗമെന്നോ ഫൈബർ യുഗമെന്നോ മൊബൈൽ യുഗമെന്നോ ഒക്കെ യുഗങ്ങളെ നമുക്ക് നാമകരണം ചെയ്യാവുന്നതാണ്. എന്നാൽ അതൊക്കെ ആപേക്ഷികമാണ്. വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുന്ന, ഖുർആൻ അവതരിച്ച് അവസാനത്തെ മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ആ പീരീഡിലേക്ക് മൊത്തമായി ഒരു യുഗത്തിന്റെ പേർ ഇസ്ലാം സമർപ്പിക്കുന്നു. അതാണ് ഖുർആൻ അല്ലെങ്കിൽ വായന. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം വായന എന്നാണ്. വായനയുടെ ഒരു യുഗമാണ് AD 571 മുതൽ ആരംഭിക്കുന്നത്. അതാണ് വായനയുടെ ഒരു പുതിയ യുഗം. വളരെ ലളിതമാണ്. അതിന്നും അവസാനിച്ചിട്ടില്ല. ഇന്നും വായിച്ചാണ് നാം ഇങ്ങോട്ട് പുറപ്പെട്ടത്. ചില ആളുകൾ ഖുർആൻ വായിച്ചു, വേറെ ചില ആളുകൾ വേറെ എന്തെങ്കിലും വായിച്ചു. വായിക്കാൻ എന്തെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ അന്ന് നമ്മുടെ ജീവിതത്തിന് മധുരമില്ല, ഹരമില്ല. വാഹനങ്ങൾ കിട്ടാതെ ബന്ദിന്റെ ദിവസങ്ങളിൽ ഏറെ പ്രയാസപ്പെടുമ്പോൾ പോലും കുടുംബത്തിലെ ആണും പെണ്ണും പ്രധാനമായി ദുഃഖിക്കുന്നത് വായിക്കാനൊന്നും കിട്ടിയില്ലല്ലോ എന്നതാണ്. എങ്കിൽ ആ വായന എന്ന ആ മഹത്തായ ഹോബി, ഇഷ്ടമുള്ള ഹോബി ഏതാണ് എന്ന് ചോദിച്ചാൽ അധിക ആളുകളും പറയാറുള്ളത് വായന എന്നാണ്. കാരണം വായിക്കാതെ ഇവിടെ ഒരു ദിവസം പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയുകയില്ല. വായന എന്ന അർത്ഥം കുറിക്കുന്ന അതേ പദം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിന് തെരഞ്ഞെടുത്ത അള്ളാഹുവിന് നാം ആയിരം സ്തുതിക്കുക. ആ വായനയോടൊപ്പം തന്നെ ചേർത്തി പറയുന്ന മറ്റൊരാശയമാണ് പേന. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന. വിശുദ്ധ ഖുർആനിൽ പേന എന്നൊരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിലെ പ്രധാനപ്പെട്ട 1-2 കഥകൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കിവിടെ പ്രതിപാദിക്കാം. ഇന്ന് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അൽ ഖലം, പേന. 25 പൈസ കൊടുത്താൽ കിട്ടുന്ന പേന. ആ പേന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായി ഇസ്ലാം സമർപ്പിക്കുകയാണ്. ആദ്യമായി അവതരിച്ച ഇഖ്റ എന്ന അധ്യായത്തിൽ വായനയും പേനയുമാണ് സമർപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും സംസ്കാരങ്ങൾക്കോ ആ സംസ്കാരങ്ങളെ അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥങ്ങൾക്കോ ഇത്ര ലാളിത്യം അവർക്ക് ആസ്വദിക്കാൻ എവിടെയെങ്കിലും കഴിയുമോ? മനുഷ്യനെ ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാളിത്യം നിലകൊള്ളുന്നത് ഇസ്ലാമിലാണ്. വായന, പേന. അവിടെ നിന്നാണ് മനുഷ്യന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. തഅലീമുൽ മുതഅല്ലിം പോലെയുള്ള കിതാബുകളിൽ പറയുന്നത് പേന ഒരു വിദ്യാർത്ഥിയുടെ സഹയാത്രികനായി മാറണം. പേന കീശയിൽ എല്ലാവർക്കും ഉണ്ടാവണം. അഡ്രസ് എഴുതാൻ അത് അനിവാര്യമാണ്. വസിയത്തുകൾ എഴുതി വെക്കാൻ ദിവസവും അത് അനിവാര്യമാണ്. അതുപോലെ പല കാര്യങ്ങളും കുറിച്ചിടാൻ അത് ആവശ്യമാണ്. ആ പേനയെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാകുന്ന മതം പ്രകൃതിയുടെ മതമാണ്. നാച്ചുറലാണ്. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. ഒരിക്കലും തന്നെ കൃത്രിമത്വം ഇസ്ലാമിൽ ഇല്ല. പ്രകൃതിയുടേതായ എല്ലാ മനോഹാരിതകളും അത് ഉൾക്കൊള്ളുകയാണ്. അത്തരത്തിലുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ജീവിതത്തിലെ ഓരോ ദിവസവും പ്രവർത്തനത്തിലും വിശ്വാസത്തിലും പ്രകടനങ്ങളിലും എല്ലായിടങ്ങളിലും പൂർണ്ണമായി പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാണ് ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിശ്വാസിയുടെ സുദിനം എന്ന വിഷയത്തിന്റെ ഉള്ളടക്കം. അതാണ് എന്തുകൊണ്ട് നാം വിശുദ്ധമായ ഒരു മതത്തെ
നമ്മുടെ ജീവിത വ്യവസ്ഥിതിയായി അംഗീകരിക്കണം എന്ന അന്വേഷണത്തിന്റെ മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. എന്തിന് നാം ഈ മതത്തിന്റെ നിയമങ്ങളെ എന്തിന് നാം അംഗീകരിക്കണം? എന്താണ് ഇതുകൊണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ? ഒരു കാര്യം അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം. ലോകത്ത് ധാരാളം മതങ്ങളും ധാരാളം സംസ്കാരങ്ങളും ഉണ്ടെങ്കിലും ആ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഓരോ ദിവസവും മറ്റു മതങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് ചേക്കേറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ നാടുകളിലൊക്കെ ചെന്നു നോക്കിയാൽ അവിടെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കൾ യൂറോപ്യൻ നാടുകൾ സന്ദർശിച്ചപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്. പടിഞ്ഞാറ് ഒരു ഭാഗത്ത് ഇസ്ലാമിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പടിഞ്ഞാറൻ നാടുകളിലെ അഭ്യസ്തവിദ്യരായ നിരവധി ആളുകൾ ഇസ്ലാം മതത്തെ നെഞ്ചിലേറ്റാൻ ആവേശത്തോടെ മുന്നോട്ട് വരികയാണ്. മറ്റൊരു ഭാഗത്ത് ക്രിസ്ത്യാനികളുടെ ചർച്ചുകളുടെ മുകളിൽ എഴുതിവെച്ച ബോർഡുകളും കാണുകയാണ്, ഫോർ സെയിൽ, വിൽക്കാനുണ്ട് എന്ന്. സത്യത്തിൽ ഒരു പള്ളിയുടെ മുകളിൽ ഫോർ സെയിൽ എന്ന് എഴുതിവെച്ച ഒരു സംഭവം പോലും അമേരിക്കയിലോ യൂറോപ്യൻ നാടുകളിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നത് വളരെ അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം അഭിമാനത്തോടെ വേണം ഈ വിശുദ്ധമായ മതത്തെ ഉൾക്കൊള്ളാൻ. ഇത് മറ്റാരോടെങ്കിലുമുള്ള വെറുപ്പിന്റെ പേരിലാകാൻ പാടില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇസ്ലാം അതിന് ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. വിശ്വാസിയുടെ ഓരോ ദിനവും ഇസ്ലാമികമായിരിക്കണം എന്നതാണ് അള്ളാഹു നമ്മുടെ മുൻപിൽ സമർത്ഥിക്കുന്ന ആശയം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ. ഓ മനുഷ്യരെ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ടാൽ അവൻ മുസ്ലിം ആകുന്നില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രം ഇസ്ലാമിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കിയാൽ അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നില്ല. ഒരു വെള്ളിയാഴ്ച ജുമഅക്ക് പോയി, പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരെ പള്ളിയുമില്ല, നിസ്കാരവുമില്ല, അത്തരമൊരു ജീവിത രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, ഇസ്ലാം അവൻ്റെ അകത്ത് കയറിയിട്ടില്ല. മറ്റു ചില മതവിഭാഗങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ അവരുടെ വേദഗ്രന്ഥം പാരായണം ചെയ്താൽ ആ മതത്തിലേക്ക് അവരെ ചേർക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ചില അടയാളങ്ങൾ സ്വീകരിച്ചാൽ നെറ്റിയിലോ മറ്റെവിടെയെങ്കിലുമോ എന്തെങ്കിലും ഒരടയാളം സ്വീകരിച്ചാൽ ആ മതത്തിൻ്റെ അനുയായിയായി മാറുന്നു. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തായ സൗന്ദര്യം ഓരോ ദിവസവും ഒരു വിശ്വാസി ആ മതത്തോടുള്ള പ്രതിജ്ഞ പുതുക്കണം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാ വൽ അർള സയ്യറനി ഹനീഫൻ മുസ്ലിമാ ഇന്ന സ്വലാത്തി വനുസുകി സുമ്മ മഹ്യായ വമമാതി ലക്കല്ലാഹുമ്മ വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ ഹൃദയത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ മുഖം മാത്രമല്ല, എൻ്റെ ശരീരം മാത്രമല്ല, എൻ്റെ ഹൃദയത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു. ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ കോപ്പിയടിച്ചുകൊണ്ടല്ല, മറ്റാരെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ മാതൃകയായിട്ടല്ല, സ്വന്തമായി സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചു വച്ചിരിക്കുന്നു. ഹനീഫാ, ഞാൻ എങ്ങോട്ടും ചാഞ്ഞവനല്ല, ഞാൻ ചാഞ്ഞത് ഇസ്ലാമിലേക്ക് മാത്രമാണ്. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ കുടുംബം, എൻ്റെ അയൽക്കാർ, എൻ്റെ നാട്ടുകാർ എന്നെ എങ്ങോട്ട് പിടിച്ചു വലിച്ചാലും ശരി, അള്ളാഹു പഠിപ്പിച്ച ആദർശത്തിൽ ഞാൻ അടിയുറച്ചു നിൽക്കും. ഈ പ്രതിജ്ഞ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ആ സമുദായത്തിലെ ഓരോ അംഗവും ഇതേ ആശയം അവർ ഉൾക്കൊള്ളുക തന്നെ വേണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ താടി, അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം, ആ മുഖത്തേക്ക് നോക്കിയാൽ
ആ ശരീരത്തിലേക്ക് നോക്കിയാൽ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ അള്ളാഹുവിനെ ഓർമ്മയിൽ വരും. അപ്പോഴേക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. അങ്ങനെയാണല്ലോ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ. അവരെ മജ്ലിസിൽ വെറുതെ ഒന്ന് പോയി ഇരുന്നാൽ മതി, ആ ഇരുത്തം കൊണ്ട് നമ്മൾ നന്നാവുകയാണ്. ധാരാളം പാപങ്ങൾ ചെയ്ത മനുഷ്യൻ ഒരു വലിയന്റെ സാന്നിധ്യത്തിൽ വെറുതെ ചെന്ന് ഇരുന്നാൽ മതി, ജീവിതം നന്നാവുകയാണ്. നസീറുദ്ദീൻ തൂസിയുടെ സദസ്. നസീറുദ്ദീൻ തൂസി പണ്ഡിതനാണ്, ഗോളശാസ്ത്ര പണ്ഡിതനാണ്. ആ ഗോളശാസ്ത്ര പണ്ഡിതനായ നസീറുദ്ദീൻ തൂസിക്ക് ഒരു ദിവസം തോന്നുകയാണ്, ഞാൻ തരക്കേടില്ല, ഞാൻ അത്യാവശ്യം നല്ലവനാണ്, ഞാൻ കൊള്ളാവുന്നവനാണെന്ന് സ്വയം അയാൾക്ക് തോന്നി. എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കുമൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ടല്ലോ. ഈ മതപണ്ഡിതന്മാർ അവരൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ജീവിക്കേണ്ടവരാണ്, അവരെയൊന്നും അത്ര ബഹുമാനിക്കേണ്ടതില്ല, അവരൊക്കെ പഴയതല്ലേ അവർക്കറിയൂ, ലോകത്തിന്റെ പുതുമകളൊന്നും ഈ ഉസ്താദുമാർക്കറിയില്ല എന്ന് തലപ്പാവും താടിയുമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഏതെങ്കിലും ആളുകൾ വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ഒരു വിചാരവും നമ്മളെ മനസ്സിൽ പാടില്ല. നസീറുദ്ദീൻ തൂസിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു വലിയനെ കാണാൻ പോകുന്നു. ആ വലിയന്റെ സദസ്സിലേക്ക് അങ്ങ് കയറുന്നു. വലിയ ചോദിക്കുന്നു, ആരാണ് വന്നത്? നസീറുദ്ദീന്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, വലിയ പണ്ഡിതനാണ്, ഗോളശാസ്ത്രം അറിയുന്ന വലിയ പണ്ഡിതനാണ്. ഉടനെ തന്നെ ഈ വലിയന്റെ മറുപടി, എന്നാൽ ഒരു കാര്യം, ഗോളശാസ്ത്രം പഠിച്ചു എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യനില്ലേ, അയാളെക്കാൾ ഏറ്റവും നല്ലത് അൽ ഹിമാറുൽ അബിയദു അഅലമു മിൻക. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു പടച്ച ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികളിൽ വെളുത്ത നിറമുള്ളൊരു കഴുതയുണ്ട് നമ്മളെ ഗ്രാമത്തിൽ. ആ കഴുതക്ക് എടോ നിന്നേക്കാൾ വിവരമുണ്ട്. ഒരൊറ്റ മറുപടിയാണ്. നമ്മളെ ചില ഉസ്താദുമാരൊക്കെ സമീപത്ത് നമ്മൾ കാര്യപ്പെട്ടൊരു ഉദ്യോഗസ്ഥനെയും കൊണ്ടുപോയതാണ്. അവിടെ എത്തിയപ്പോൾ കിട്ടിയ മറുപടി ഇത്തരം മറുപടിയാണ്. അതോടുകൂടി ഒരു പക്ഷേ ആ എഞ്ചിനീയർ പറയും, ഇനി നിങ്ങളെ ഉസ്താദിനടുത്ത് നമ്മളില്ല എന്ന്. സത്യത്തിൽ ആ പറഞ്ഞതിന്റെ പൊരുളെന്താണെന്ന് മനസ്സിലാക്കി അയാൾ പൊരുത്തം വാങ്ങി അദ്ദേഹം പോരാൻ തയ്യാറായാൽ അദ്ദേഹത്തിന് മെച്ചം, അല്ലെങ്കിൽ ആർക്ക്? ഇതിന്റെ അർത്ഥം പിടികിട്ടാതെ വിഷമിച്ചു. നസീറുദ്ദീൻ തൂസിയ സദസ്സിൽ നിന്ന് പോരുകയാണ്. ആ വലിയന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ പലതും ഓർമ്മയിൽ വരുന്നു. റബ്ബിന് ഓർമ്മയിൽ വരികയാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ കടന്നു വരികയാണ്. മെല്ലെ ഇവിടെ നിന്ന് താഴെ ഇറങ്ങി കുറെ അങ്ങ് പോയപ്പോൾ ഒരു കഴുത, ആ കഴുതയും കല്ലും ഗോതമ്പ് പൊടിക്കുന്ന ഒരു സ്ഥലം, അവിടെ എത്തി. ആ ഗോതമ്പ് പൊടിക്കുന്നത് കഴുതയെ ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ കഴുതയുടെ ഉടമസ്ഥൻ വിളിച്ചു പറഞ്ഞു, നസീറുദ്ദീനോട് പറയുകയാണ്, സഹോദര വേഗം അകത്ത് കയറിക്കോ, മഴ വരുന്നുണ്ട്. ഇദ്ദേഹം ആകാശത്തേക്ക് നോക്കിയിട്ട്, ഇയാൾ ഗോളശാസ്ത്രം അറിയുന്ന ആളാണ്, മഴ പെയ്യുമോ ഇല്ലേ, പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയുന്ന ആളാ. ഇയാൾ പറയുന്നു മഴ പെയ്യുകയില്ല. ആ കഴുതയുടെ ഉടമസ്ഥൻ പറയുന്നു മഴ പെയ്യും, വേഗം അകത്ത് കയറിക്കോ. മിനിറ്റുകൾ കഴിയുമ്പോഴേക്ക് മഴ പെയ്യുന്നു, ശക്തമായ പേമാരി. തഫ്സീർ റൂഹുൽ ബയാനിൽ ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം. ശക്തമായ മഴ പെയ്തപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ കഴുതയുടെ ഉടമയോട് ചോദിച്ചു, അല്ല, കുറേ കൊല്ലമായി ഞാൻ ഗോളശാസ്ത്രം പഠിക്കുന്നു, ഇതുവരെ ഞാൻ നോക്കിയ കണക്ക് പ്രകാരമൊന്നും മഴ പെയ്യേണ്ടതില്ല, നിങ്ങൾ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? ആ കഴുതയുടെ ഉടമസ്ഥൻ പറയുന്നു, ഈ കഴുതയെ നീ കാണുന്നുണ്ടോ? കുറെ വർഷമായി ഈ കഴുതയും ഞാനും ഒന്നിച്ചാണ്. ആകാശത്തും മഴ പെയ്യാൻ സാധ്യതയുള്ള സമയത്ത് ഈ കഴുതയുടെ വാൽ അത് ഭൂമിയുടെ ഭാഗത്തേക്ക് 3 വട്ടം ഇങ്ങനെ ചുറ്റുന്നതാണ്. അങ്ങനെ ചുറ്റിയാൽ അതിന്റെ അർത്ഥം മഴ പെയ്യുമെന്നാണ്. ഇപ്പൊ 5 മിനിറ്റ് മുൻപ് ഈ കഴുതയുടെ വാൽ ചുറ്റുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാ മനുഷ്യൻ നസീറുദ്ദീൻ എന്ന് പറയുന്ന ആ ഗോളശാസ്ത്ര പണ്ഡിതൻ ചിന്തിക്കുകയാണ്, ശരിയാണ്, നമ്മളാരുമല്ല, നമ്മളെ കയ്യിലൊന്നുമില്ല, ഉള്ളതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളിലാണ്, സ്വാലിഹീങ്ങളെ സമീപത്താണ്, പണ്ഡിതന്മാരെ സമീപത്താണ്. അങ്ങോട്ട് മടങ്ങുകയാണ്. ഞാൻ പറയുന്നത് മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ,
അവരുമായി അടുത്തുകൊണ്ട് കിട്ടുന്ന വിജയമല്ലാതെ ഒരു മുസ്ലിമിന് ലഭിക്കാൻ ഒന്നുമില്ല. കാരണം അവരാണ് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവർ. അള്ളാഹു ആ മഹാന്മാരെ ഹക്ക് കൊണ്ട് നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം മരണം വരെ നിലനിർത്തി തരട്ടെ. അസ്ഹാബുൽ കഹ്ഫിനെ പരാമർശിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞല്ലോ, വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഓരോ ദിവസവും ഹിദായത്തിന്റെ അംശങ്ങനെ കൂടിക്കൂടി കിട്ടണമെന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഗാംഭീര്യമുള്ള ആ മുഖം, ആ മുഖത്തേക്ക് നോക്കിയാൽ ഇസ്ലാം പ്രകടമാവുകയാണ്. അദ്ദേഹത്തിന് ഈ വലിയ വിജയം കിട്ടിയത്, അല്ലെങ്കിൽ നസീറുദ്ദീൻ തൂസിയെ സംസ്കരിച്ച ആ പണ്ഡിതന് ഈ വിജയം ലഭിച്ചത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇസ്ലാമിക കുടുംബങ്ങളിൽ പിറന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, എല്ലാ വിജയത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനവും അസ്ലും ഓരോ ദിവസത്തെയും ജീവിതം ഇസ്ലാമികവൽക്കരിക്കുമ്പോഴാണ്. ദിവസവും, അത് വർഷത്തിലൊരിക്കൽ എന്നത് പറ്റില്ല. അങ്ങനെ ഒരു തിയറി പടിഞ്ഞാറൻ നാടുകളിൽ ഉണ്ടാക്കിയെടുത്തു. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. ഈ സീസറാണ് കൈസർ. കൈസർ ചക്രവർത്തിയെ പറ്റിയാണ് ഇംഗ്ലീഷുകാരൻ സീസർ എന്ന് പറയുന്നത്. നമ്മൾ കൈസർ എന്നിങ്ങനെ എഴുതുമ്പോൾ സി കൊണ്ടാണ് തുടങ്ങുക. അത് കാലിക്കറ്റ് സി കൊണ്ട് തുടങ്ങുന്നത് പോലെ അത് ഉച്ചരിക്കുമ്പോൾ സ എന്നുച്ചരിക്കും. അപ്പൊ കൈസർ എന്ന് CY തുടങ്ങുന്ന ആ പദമാണ് പിന്നീട് സീസർ ആയി ഉച്ചരിക്കുന്നത്. ഈ സീസർ ചക്രവർത്തി റോമ സാമ്രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള എല്ലാ ഭരണാധികാരികളും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇസ്ലാമിനെയാണ്. കാരണം ഇസ്ലാം ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അത് അവിടെ ഇങ്ങനെ പിടിച്ചു കയറി വളരുകയാണ്. ബുശ്റാലന മഅ്ശറൽ ഇസ്ലാം ഇന്ന ലന മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി. വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണുന്നു, വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തടിച്ച് പിന്നെയും പിന്നെ ഇങ്ങനെ തടിക്കുകയാണ്. വക്കീ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ്, അല്ല വക്കീ, നിങ്ങൾ ഈ പ്രദേശത്തെ ഒരു സാഹിദല്ലേ, ലളിത ജീവിതം നയിക്കുന്ന ഒരാളല്ലേ, നിങ്ങളെ തടി എന്താ അങ്ങനെ കൂടുന്നത്? നിങ്ങളെ പ്രസംഗം കേട്ടാൽ തോന്നും ഭക്ഷണം തീരെ കഴിക്കാതെ ജീവിക്കുന്നവർക്കാണ് ദുനിയാവ് ആഹുറവും കിട്ടുക എന്ന്. പക്ഷെ നിങ്ങളെ തടി ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ സുഹുദിനെ സംബന്ധിച്ച് പ്രസംഗിക്കും, പക്ഷെ അവരെ തടി കുറെ അധികം ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പറയും ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഉസ്താദ് നല്ല തടി ഉണ്ടല്ലോ എന്ന്. വക്കീ റളിയല്ലാഹു അൻഹു ആവട്ടെ അങ്ങനെയുള്ള ഒരു ജീവിതക്കാരനാണ്. കുറച്ച് ഭക്ഷണമേ കഴിക്കൂ, കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പ്രസംഗിക്കും. അങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദ് എന്താണ് ഈ തടി? വക്കീ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ആ വക്കീ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനെ ഉപദേശിച്ച പണ്ഡിതനാണ്. എനിക്ക് മനപ്പാടമാകുന്നില്ല എന്ന് ഉസ്താദിനോട് ശിഷ്യൻ പരാതി പറഞ്ഞപ്പോൾ, മനപ്പാടമാകുന്നില്ല എങ്കിൽ, ബുദ്ധിയില്ല എങ്കിൽ, മറന്നു പോകുന്നുവെങ്കിൽ അതൊക്കെ പരാതിയായി പറയേണ്ടത് ഉസ്താദിനോടാണ്, ഗുരുനാഥനോടാണ്. ആ ഗുരുനാഥന്മാരുടെ ദുആ കൊണ്ടല്ലാതെ ശിഷ്യന്മാർക്ക് വിജയം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെല്ലുകയാണ്. മിസ്റിൽ പോയാൽ ഷാഫി ഇമാമിന്റെ ഖബറിലേക്ക്, മഖാമിന്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണാം. ഷാഫി ഇമാമിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകുന്ന വഴിയിലാണ് വക്കീ എന്ന ഉസ്താദിന്റെ ഖബറുള്ളത്. ആ വക്കീ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ നേതാവാണ്, വലിയ ശൈഖാണ്, സാഹിദാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ തടിക്കാനുള്ള കാരണം എന്താണ്? ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടാണോ? വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി മറ്റൊന്നുമല്ല, ഫറഹം ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടുള്ള സന്തോഷമാണ്. ഞാൻ മുസ്ലിമായി കിട്ടിയല്ലോ, ഇസ്ലാമിൽ എനിക്ക് വരാൻ കഴിഞ്ഞല്ലോ, അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ മുസ്ലിമായിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? സുബ്ഹാനല്ലാഹ്, മലായിക്കത്തല്ലേ വരുന്നത് കൈപിടിക്കാൻ വേണ്ടി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ
വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇത്ര വലിയ പവർ ആർക്കാണ് ലഭിക്കാനുള്ളത്? മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന ഈ വലിയ അന്തസ്സ് എന്തൊരു വലിയ മഹത്വമാണ്. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മയ്യിത്ത് നിസ്കരിക്കുകയാണ്. ഇത് മുസ്ലിമിന്റെ പവറാണ്. ഈ വലിയ മഹത്വമുള്ള ഇസ്ലാമിൽ വരാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭക്ഷണം കുറഞ്ഞാലും എനിക്ക് ഉറക്കം കുറഞ്ഞാലും ഇസ്ലാം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഞാനിങ്ങനെ സന്തോഷിക്കുകയാണ്. അതാണ് വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ തടിയുടെ കാരണം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഏതെങ്കിലും ഉസ്താദുമാരും വല്ലാതെ തടിയുണ്ട് എന്നത് ന്യൂനതയായി കാണേണ്ടതില്ല. നമ്മുടെ നാട്ടിലുള്ള മഹല്ല് പ്രസിഡന്റ് ഒരു തടിച്ച ആളായതുകൊണ്ട് ഇയാളൊക്കെ അങ്ങനെ തീർന്നുകൂടുകയാണ്, നിസ്കാരം നോമ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തടിക്കുന്നത് എന്നൊന്നും അവരെ പറ്റി വിധിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു തആലാന്റെ പരിശുദ്ധ മതത്തോട് ബഹുമാനം ഉണ്ടായാൽ പിന്നെ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ ഇല്ലെങ്കിൽ തടിയൊക്കെ ഉഷാറാ. ഇനി എല്ലാ സന്തോഷമുള്ള ആളുകളും മെലിയുന്നവരും ഉണ്ട്. ഏതെങ്കിലും മെലിഞ്ഞ ആളെ കാണുമ്പോൾ ഇസ്ലാമിൽ വന്ന യാതൊരു സന്തോഷവും നിനക്ക് ഇതുവരെ കൽബ് കയറിയിട്ടില്ലേ എന്ന് ചോദിച്ച് ആരെയും പരിഹസിക്കുകയും വേണ്ട. എല്ലാ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും മാറ്റി നമ്മളെല്ലാവരും പരസ്പരം സന്തോഷിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അതാണ് ഇസ്ലാം കൊണ്ട് നാം നേടിയെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സാമ്രാജ്യത്തിനും കൈസർക്കാവട്ടെ അതുപോലെ മറ്റ് പേർഷ്യൻ ചക്രവർത്തിക്കാവട്ടെ അവർക്കൊക്കെ ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു വരുന്ന ആളുകളെ അവരൊക്കെ ചെയ്തിരുന്നത് എന്താണ്? ഒരുതരം ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ അവരുടെ ജീവിത രീതിയെ അവർ രണ്ടായി തരംതിരിക്കുകയാണ്. എന്നിട്ട് പറയും, നിസ്കാരം പോലെയുള്ള ആരാധനകളൊക്കെ നമുക്ക് മതം പറഞ്ഞ രൂപത്തിൽ നിർവഹിക്കാം, എന്നാൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാംസ്കാരികമോ വ്യാപാരപരമോ കുടുംബപരമോ ആയ കാരണങ്ങളും കാര്യങ്ങളും വരുമ്പോ അത് ഇസ്ലാമിൻ്റെതായ റോൾ നമ്മൾ നോക്കേണ്ടതില്ല, അത് നമ്മളെ ഇഷ്ടം പോലെയൊക്കെ ആകാം എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും പടിഞ്ഞാറൻ നാടുകളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ പലരും ആ വാദകോലാഹലങ്ങൾ കേട്ട് അതിന് അടിമകളായി മാറുകയും ചിലരൊക്കെ ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക് എന്ന ആശയത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പൂർണ്ണമായി നിങ്ങൾ കടക്കണം. നിങ്ങളെ മുഖത്ത് നോക്കിയാൽ, നിങ്ങളെ ശരീരത്തിൽ നോക്കിയാൽ, നിങ്ങളെ വസ്ത്രത്തിലേക്ക് നോക്കിയാൽ, നിങ്ങളെ വീട്ടിലേക്ക് നോക്കിയാൽ, നിങ്ങളെ അയൽപക്ക ബന്ധത്തിലേക്ക്, നിങ്ങളെ കുടുംബ ബന്ധത്തിലേക്ക്, നിങ്ങളുടെ ചരണങ്ങളിലേക്ക് ടോർച്ചടിച്ചു നോക്കിയാൽ ആ മനുഷ്യൻ മുസ്ലിമാണെന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയണം. മറ്റുള്ളവർ നമ്മെ ചൂണ്ടിക്കാണിച്ച് അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം വളരണം. ഇത് ശഹ്റു റമദാനാണ്. പിശാചിന്റെ ദുർവാസനകളിൽ നിന്ന് മോചിപ്പിച്ച് മലക്കുകളുടെ ഗുണങ്ങളിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന വിശുദ്ധമായ മാസമാണ്. ഈ മാസത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയാണ് ഈ മജ്‌ലിസിൽ വന്നിട്ടുള്ളത്. ഒരു പ്രഭാഷണമല്ല, ഇത് പ്രാർത്ഥനയുടെ സദസ്സാണ്, ഇത് പ്രതിജ്ഞയുടെ സദസ്സാണ്. മഹാന്മാരായ അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദുമാർ ഈ വേദിയിലുണ്ട്, ഉലമാക്കളുണ്ട്, ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. ഇവരുടെ വേദിയിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. എൻ്റെ ഓരോ ദിവസവും ഇസ്ലാം പൊരുത്തപ്പെട്ട രൂപത്തിൽ ഞാൻ ക്രമീകരിക്കുന്നതാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഒരു ദിവസം വിശ്വാസിയുടെ സുദിനം മാത്രമാണ് നമ്മളെ ചർച്ച. വിശ്വാസിയുടെ കരിദിനം വേറുണ്ട്. അയാൾക്കുണ്ടാവുമല്ല കുറെ വിഷമങ്ങൾ ഉണ്ടാവുന്ന ദിവസം. അന്ന് നോർമലായിരിക്കൂല. അന്ന് അയാളെ അജണ്ടയിൽ ചിരി തീരെ ഉണ്ടാകൂല. അന്ന് അയാളെ അജണ്ടയിൽ അന്നത്തെ പരിപാടിയിൽ ഭക്ഷണം തീരെ ഉണ്ടാകൂല. അന്ന് വരുന്നവർക്ക് അയാളെ സന്തോഷത്തോടെ അയാൾ സ്വീകരിക്കുകയില്ല. അന്ന് അയാൾ അങ്ങാടിയിൽ പോവുകയില്ല. അന്ന് അയാളുടെ ദുഃഖത്തിൽ അകപ്പെട്ട് വിഷമിക്കുന്ന കരിദിനങ്ങൾ വിശ്വാസിക്ക് വരുന്നുണ്ട്. അത് വേറൊരു ചർച്ചയായിട്ട് തന്നെ പറയേണ്ടതാണ്.
സുദിനങ്ങൾ സാധാരണഗതിയിൽ വിശ്വാസിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം? അതിൻ്റെ തുടക്കം നമുക്ക് ഉണരുന്നത് മുതൽക്ക് തന്നെ ആവാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടുന്ന് തുടങ്ങിയാലും 24 മണിക്കൂർ നമുക്ക് റൗണ്ട് ചെയ്താൽ ആ ദിനം പൂർത്തിയാകുമെങ്കിലും കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽക്കാണ് ദിനം ആരംഭിക്കുക. രാവിലെ എഴുന്നേറ്റാൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ആരോഗ്യശാസ്ത്രത്തിന്റെ ആളുകൾ പറയുന്നു, എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഭാഷയിൽ ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം പ്ലസന്റ്, ഞാൻ സന്തുഷ്ടനാണ് എന്ന് 10 തവണ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ അന്നത്തെ ദിവസം സന്തുഷ്ടമായി തീരുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പക്ഷെ എങ്ങനെ ഓരോ വ്യക്തിയും രാവിലെ എഴുന്നേറ്റ് ഭർത്താവ് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി, ഭാര്യ അതിൻ്റെ അപ്പുറത്തുനിന്ന് റൂമിൽ നിന്ന് കേൾക്കുമ്പം ഭാര്യ മക്കളെ വിളിച്ചിട്ട് പറയും, മോനെ വാ, ബാപ്പാനെ എവിടെങ്കിലും കൊണ്ടുപോകണം. എന്തമ്മ? അല്ല, ഇതിങ്ങനെ വീണ്ടും വീണ്ടും മുറുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ ഒന്നും നിൽക്കുന്നില്ല. ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തുഷ്ടനാണെന്ന് ഒരാളിങ്ങനെ ഒരു ദിവസവും രാവിലെ എഴുന്നേറ്റ് 10 വട്ടം പറയാൻ തുടങ്ങിയാൽ അത് ഫലം, എത്ര ഫലം അതുകൊണ്ടുണ്ടായാലും ശരി, അത് പരിഹാസ്യമായിട്ട് ആളുകൾ കാണും. മനഃശാസ്ത്രജ്ഞന്മാർ ജനിക്കുന്നതിനു മുൻപ് അവരുടെ ഉമ്മ അവരുടെ ഭ്രൂണത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാലത്ത് എഴുന്നേറ്റാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. സയ്യിദുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം ആണ് നേരത്തെ മനഃശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞത്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തുഷ്ടനാണ്. ഇത് 10 തവണ രാവിലെ പറഞ്ഞതുകൊണ്ട് മാത്രം മതിയാകുന്നില്ല, അത് മലയാളത്തിലാക്കിയിട്ട് അതിൻ്റെ ഭംഗി പോയതാണ്. ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ സഹോദരനും ഈ അൽഹംദുലില്ലാ ദിവസം എത്ര തവണ പറയണം? ചിന്തിച്ചു നോക്കൂ. 10 തവണ മതിയോ? പോരാ. ഓരോ നിസ്കാരവും കഴിഞ്ഞ് 33 വട്ടം. സന്തോഷത്തിലാണ്, സന്തോഷത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. സന്തോഷമേ ഉള്ളൂ, സന്തോഷം തന്നെ. വീണ്ടും സന്തോഷമാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹു തന്ന സന്തോഷമാണ്. ഞാനുണ്ടാക്കിയ ഈ സന്തോഷം കിട്ടൂല. ഞാൻ പല പണി നോക്കിയിട്ട് സന്തോഷിക്കാൻ സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ അധ്വാനിച്ച് കിട്ടിയതിനേക്കാൾ അധ്വാനിക്കാതെ കിട്ടിയതാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ ക്യാഷ് കൊടുത്ത് കയറിയ വാഹനത്തെക്കാൾ എന്നെ ഒരാൾ സൗജന്യമായി വരുന്നോ എന്ന് ചോദിച്ച് ക്ഷണിച്ചപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടായത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പെൺകുട്ടിയാണ് ജനിച്ചത്. ആ പെൺകുട്ടിയിലൂടെ ഇപ്പം അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 33 എണ്ണം കൃത്യം എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം രാവിലെ തുടങ്ങിയതാണ് ഈ പ്രഖ്യാപനം. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പറയുമ്പോൾ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ ഗുഹാവാസികളുടെ വലിയ അത്ഭുതം നിറഞ്ഞ കഥയുണ്ടെങ്കിലും അള്ളാഹു പറയുന്നു, അംഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. ഈ ഗുഹാവാസികളുടെ ചരിത്രം വലിയൊരു അത്ഭുതമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിനേക്കാൾ വലിയ അത്ഭുതം ഈ അൽ കഹ്ഫ് സൂറത്തിന്റെ മുമ്പുള്ള ഇസ്രാ സൂറത്തിൽ കഴിഞ്ഞു പോയത് നീ മറന്നുപോയോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബറകനാ ഹൗലഹു. അതല്ലേ അത്ഭുതം? അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കം സുബ്ഹാന കൊണ്ട് തുടങ്ങിയത്. അൽ കഹ്ഫിന്റെ തുടക്കം അൽഹംദുലില്ലാ കൊണ്ടാണ്. അൽഹംദുലില്ലാ അത്ഭുതത്തിനുള്ളതല്ല, സുബ്ഹാനല്ലാഹ് അത്ഭുതത്തിൻ്റെതാണ്.
അപ്പൊ വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും സുബ്ഹാനയും വരുന്നുണ്ട് അല്ലെ? നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്. അത്ഭുതം തന്നെ, എല്ലാ അത്ഭുതമാണ്, അത്ഭുതമേ ഉള്ളൂ. ഞാനെങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്? ആ ആശുപത്രി കഴിഞ്ഞ് ബേജാറായി എഴുന്നേൽക്കൂല എന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞതാണ്. അങ്ങനെ വിഷമിച്ച ഞാനിപ്പോ എത്ര നടന്നു, ഇവിടെ എത്തി. നോമ്പ് 10 എണ്ണം കഴിഞ്ഞില്ലേ, സുഖായി നോൽക്കാൻ കഴിഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരു വണ്ടിയിൽ കയറിയാൽ, ലിഫ്റ്റിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്. വാഹനത്തിൽ സുബ്ഹാനല്ലാഹ് സുന്നത്തുള്ളത് പോലെ ലിഫ്റ്റിൽ സുബ്ഹാനല്ലാഹ് വേണോ വേണ്ടേ എന്നൊരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയുടെ ഫലം പുറത്തുവിടാനായിട്ടില്ല, ആകുമ്പം വിവരം അറിയിക്കും. ഏതായാലും ലിഫ്റ്റ് ഒരു വാഹനമാണ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് പറയാം എന്നാണ് പുതിയ വീക്ഷണങ്ങൾ വരുന്നത്. അപ്പൊ ലിഫ്റ്റിലും വാഹനത്തിലും ഒക്കെ സുബ്ഹാനല്ലാഹ് 4 ടയർ. ആ ടയറിന്റെ മുകളിൽ കുറെ കമ്പിയും കുറെ വയറും കുറെ റബ്ബറും കുറെ ഫൈബറും കെട്ടി വലിച്ച് റെഡിയാക്കി കുറെ പശ കൊണ്ട് ഒട്ടിച്ചു വെച്ച് അതിൽ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ് ഉദ്ദേശിക്കുന്ന സ്പീഡിൽ. ഇതെല്ലാം കൂടി എവിടെയെങ്കിലും ചിന്ന ഭിന്നമായാൽ റബ്ബേ സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. ഇതെത്ര തവണ? ഇത് ഓരോ നിസ്കാരത്തിന്റെയും ശേഷം 33 തവണ. അൽഹംദുലില്ലാഹ് 33, സുബ്ഹാനല്ലാഹ് 33. പക്ഷേ അത്ഭുതങ്ങളുടെ പിന്നാലെ മനുഷ്യൻ വല്ലാതെ പോകരുത് എന്നതുകൊണ്ട് കാലത്ത് എഴുന്നേറ്റുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. ഇന്നു മുതൽക്ക് ഈ പ്രാർത്ഥന മറന്നു പോകരുത്. കാലത്ത് എഴുന്നേറ്റാൽ ഈ പ്രാർത്ഥന ചൊല്ലുക. ജീവിതം മുഴുവനും, അന്നത്തെ ദിവസം മുഴുവനും നിനക്ക് പ്രകാശപൂരിതമായി മാറും. ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം, അല്ലാഹുവേ ഞാനൊരു സാധുവാണ്, അല്ലാഹുവേ ഒന്നും എന്നെ കൊണ്ട് കഴിയുകയില്ല. ഞാൻ ഉറക്കത്തിലായിരുന്നു രാത്രി. ആ ഉറക്കത്തിൽ ഞാൻ മരിച്ചു പോയാൽ എന്നെ ആരുണ്ട് എന്നെ ജീവിപ്പിക്കാൻ? എത്രയെത്ര പുരുഷന്മാർ ഭാര്യമാരോടൊപ്പം കിടന്നവർ കാലത്ത് എഴുന്നേൽക്കുന്നില്ല. ഭാര്യ മെല്ലെ കാപ്പി ഉണ്ടാക്കാൻ ഓടുന്നു അടുക്കളയിലേക്ക്. കാപ്പിയുമായി വന്ന് അവൾ ഭർത്താവിനെ വിളിക്കുന്നു, എല്ലാ ദിവസവും വിളിക്കുന്നത് പോലെ. ആ ഭർത്താവ് ക്ഷീണമായതുകൊണ്ടായിരിക്കാം എഴുന്നേൽക്കാത്തത് എന്ന് കരുതി അവൾ കാപ്പിയുമായി നിൽക്കുന്നു, അല്ലെ വുളു എടുക്കാനുള്ള വെള്ളവുമായി നിൽക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ ആ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ വന്ന് തൊടുന്നു, മുത്തുന്നു, ചുംബിക്കുന്നു, കെട്ടിമറിയുന്നു. ഒന്ന് എഴുന്നേൽക്കൂപ്പ, തമാശ കളിക്കുകയാണോ, എന്താ ഉണരാത്തത്? എല്ലാ ദിവസവും രാവിലെ ഉണരുന്ന ഉപ്പ അന്ന് ഉണർന്നില്ല. പ്രിയപ്പെട്ട ഭാര്യ അടുത്ത വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ വന്നു. തൊട്ടു നോക്കുമ്പോഴാണ് മരിച്ചു പോയതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുകില ബികും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഓരോ മനുഷ്യനെയും മലക്കുൽ മൗത്ത് പിടിച്ച് കൊണ്ടുപോകും കേട്ടോ. സമയമായോ എന്നറിയാൻ വേണ്ടി അതാ ആ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഫലകയിലേക്ക് കണ്ണും നട്ട് അസ്രായീൽ അലൈഹിസ്സലാം ഇരിക്കുകയാണ്. ലോകത്തിന്റെ അവസാനത്തെ ബെല്ലടിക്കാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന ഉപകരണവുമായി കാത്തു നിൽക്കുകയാണ്. അതെല്ലാം നമുക്ക് വരാനുള്ളതല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്നലെ രാത്രിയും നമ്മൾ കിടന്നു. ആ കിടന്ന സമയത്ത് നമ്മുടെ ആത്മാവ് അതാ ലോകത്തിന്റെ പല ഭാഗത്തും പോവുകയായിരുന്നു. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവന്റെ ആത്മാവ് ഖത്തറിലും കുവൈത്തിലുമെല്ലാം ചുറ്റിക്കറങ്ങി പല സ്ഥലത്തും പോയി വന്നു. എന്താണ്? പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരു സഹോദരൻ ഈ പ്രാർത്ഥനയൊന്നും ചൊല്ലാതെ, ഇതെല്ലാം പ്രകൃതിപരമായുള്ള പ്രതിഭാസങ്ങളാണ്, ഇതിന്റെ പിന്നിലൊരു ശക്തിയുമില്ല എന്ന് വിചാരിച്ചു പോകുന്നുവെങ്കിൽ അവനൊരു വിഡ്ഢി മാത്രമാണ്. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ ചിന്തകന്മാരും അള്ളാഹുവിനെ കാണാനോ ആരാധിക്കാനോ തയ്യാറാവാതെ ജീവിക്കുന്ന ആളുകളും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മരണത്തെ ഓർക്കണം. ആ മരണത്തെ ഓർക്കാനുള്ള സന്ദർഭമാണ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഇന്നലെ രാത്രി ഒരു ചെറിയ മരണം ഞങ്ങൾക്ക് നൽകിയതിനു ശേഷം വീണ്ടും ഞങ്ങൾക്ക് ജീവൻ നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും.
വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. ആ അല്ലാഹുവിലേക്ക് പോകേണ്ടി വരും എന്ന വിചാരത്തോടു കൂടി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ഉടനെ രാത്രിയിൽ മലമൂത്രങ്ങളുടെ വർക്കിംഗ്, അതിൻ്റെ ഗ്രന്ഥികളുടെ വർക്കിംഗ് താരതമ്യേന കുറവായിരിക്കും. എങ്കിലും കാലത്ത് എഴുന്നേൽക്കുമ്പോഴേക്ക് ഉള്ള മാലിന്യങ്ങൾ പുറത്തുവിടാൻ ശരീരം നമ്മോട് പറയും. ഓരോ ദിവസവും 300 ഗ്രാം ചുരുങ്ങിയത് മാലിന്യം ഭൂമിക്ക് നാം സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ മലിനമാക്കാനുള്ള മനുഷ്യന്റെ ചെറിയൊരു യജ്ഞമാണത്. പക്ഷേ അത് ഉപേക്ഷിച്ചാൽ മാത്രമേ രക്തത്തിലെ പുതിയ നല്ല അണുക്കളും പുതിയ ഊർജവുമെല്ലാം കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം എന്തു ചെയ്തു? ആ കർമ്മം, പ്രകൃതിപരമായ കർമ്മം നിർവഹിക്കുമ്പോൾ പോലും അതൊരു പ്രാർത്ഥനയാക്കി മാറ്റുകയാണ്. മുസ്ലിമിന്റെ ജീവിതമൊക്കെ പ്രാർത്ഥനയാണ്. അവിടെ പ്രാർത്ഥന പാടില്ല, അത് നിർവഹിക്കുമ്പോൾ പ്രാർത്ഥനകൾ പാടില്ല. അതിന് തൊട്ടു മുൻപ് ഖലാഇലേക്ക്, വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ പേർ ഉച്ചരിച്ച് അങ്ങോട്ട് കയറുകയാണ്. കയറി ആ കാര്യം നിർവഹിക്കുകയാണ്. അവിടെയും പ്രാർത്ഥനയാണ്. ചെരുപ്പ് അണിയുകയാണ്. ചെരുപ്പണിയൽ സുന്നത്താണ്. ഇസ്തക്സിറു മിനൻ നഅൽ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെരുപ്പ് നിങ്ങൾ അണിയുവീൻ, നിങ്ങൾ അധികരിപ്പിക്കുവീൻ എന്ന് ഹദീസിൽ കാണുന്നു. ചെരുപ്പണിയൽ സുന്നത്താണ്. എപ്പോഴെങ്കിലുമൊക്കെ ചെരുപ്പില്ലാതെ നടക്കലും സുന്നത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇടക്ക് ചെരുപ്പില്ലാതെ നടക്കുക. ഭൂമിയിലുള്ള മണ്ണും നമ്മളെ കാലും തമ്മിൽ കൂടുതൽ മണ്ണുമായുള്ള ആ ബന്ധത്തിലൂടെ ഭൂമിയിലെ അയൺ എന്ന ലവണം നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ അളവ് പോലെ ലഭിക്കാൻ ചെരുപ്പില്ലാതെയുള്ള നടത്തങ്ങളും ഇടയ്ക്കിടെ നല്ലതാണ്. അപ്പൊ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് പോകുന്നു. വിരകൾ കാലിലൂടെ കയറി ശരീരത്തെ ബാധിക്കാതിരിക്കാൻ ചെരുപ്പ് നല്ലതാണെന്ന് പിന്നീട് ശാസ്ത്രം കണ്ടെത്തി. ഈ ശാസ്ത്രമൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ അവിടെ കാണുന്നത്, കാലത്ത് ഉണർന്നാൽ വുളു ചെയ്യുന്നതിന് മുൻപ്, പല്ല് തേക്കുന്നതിന് മുൻപ്, നിസ്കരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കാലത്ത് ഉണർന്നാൽ നിങ്ങളുടെ 2 കൈ കഴുകുക. ആ 2 കൈ വെള്ളത്തിൽ ഇട്ട് കഴുകുകയാണോ വേണ്ടത്? വെള്ളത്തിൽ കൈ ഇടാതെ ആ കൈയിലേക്ക് വെള്ളം ചെരിച്ച് കഴുകുകയാണോ വേണ്ടത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, കാലത്ത് ഉണർന്നാൽ 2 കൈ വെള്ളത്തിൽ മുക്കാൻ പാടില്ല. കൈയിലേക്ക് വെള്ളം ചെരിക്കാനേ പാടുള്ളൂ, വെള്ളത്തിലിടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ലിമ, എന്തുകൊണ്ട് നബിയേ? എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന നബിയാണ്. സൂറത്തുൽ ബഖറ നോക്കൂ. യസ്അലൂനക യസ്അലൂനക യസ്അലൂനക, 7 യസ്അലൂനക ഒന്നിച്ച് കാണാം സൂറത്തുൽ ബഖറയിൽ. ചോദിക്കുന്നു ചോദിക്കുന്നു ചോദിക്കുന്നു. ഖുൽ, മറുപടി പറഞ്ഞോളൂ പറഞ്ഞോളൂ. എല്ലാറ്റിനും മറുപടി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിശദീകരിക്കുന്നു, ലാ യദ്രി അഹദുക്കും അയ്ന ബാത്തത് യദാഹു. രാത്രിയിൽ ഉറങ്ങിയപ്പോൾ അവന്റെ 2 കൈകൾ എവിടെയായിരുന്നു എന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് ആ 2 കൈ അവൻ വെള്ളത്തിൽ മുക്കിക്കഴുകാൻ പാടില്ല. ഈ 2 കൈ ചിലപ്പോൾ മാലിന്യത്തിലൊക്കെ ആയിട്ടുണ്ടാകാം. പിന്നിലും മുന്നിലും പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആ കൈ എത്തിയിട്ടുണ്ട്. ആ കൈ നജിസാകാനുള്ള സാധ്യതയുണ്ട്. അത് വെള്ളത്തിലിട്ട് കഴുകിയാൽ വെള്ളം മലിനമാകും, നജിസാകും. അതുകൊണ്ട് അല്പം വെള്ളം 2 കൈകളിലേക്ക് ചെരിച്ച് എന്നിട്ട് 2 കൈകൾ കഴുകണം. എന്നിട്ടെന്താണ് വേണ്ടത്? ജനാബത്തുണ്ടെങ്കിൽ കാലത്ത് തന്നെ കുളിച്ചോ.
പ്രിയപ്പെട്ട സഹോദരിമാരെ, ലാ യദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ജുനുബുൻ വലാ സൂറത്തുൻ വലാ കൽബുൻ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനാബത്തുള്ളവൻ കുളിക്കാതെ, നിസ്കാരത്തിന്റെ സമയമായിട്ട് കുളിക്കാതെ ഏതെങ്കിലും ഒരു വീട്ടിൽ കഴിയുന്നുവെങ്കിൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരുന്നതല്ല. ജനാബത്തുള്ളവർ ഉടനെ കുളിച്ചുകൊള്ളണം. മണവാട്ടിയും മണവാളനും മധുവിധു ആഘോഷിക്കുന്ന രാത്രിയാണ്. അന്നത്തെ രാത്രിയിൽ അതാ ഒരു റൂം, പ്രത്യേക റൂമുണ്ട്, മണിയറയാണ്. ആ റൂമിൽ അവർ സല്ലപിക്കുന്നു, സംസാരിക്കുന്നു. കാലത്തെഴുന്നേറ്റ് കുളിക്കണമെങ്കിൽ ബാത്റൂം അല്പം ദൂരെയാണ്. കുളിക്കാൻ പോകുമ്പോൾ ഉമ്മ അത് കാണുമല്ലോ, ബാപ്പ കാണുമല്ലോ എന്ന ലജ്ജയുടെ പേരിൽ കുളിക്കാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് എന്റെ വീട്ടിൽ വരൂല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് എല്ലാ വഹയുമായി വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ ദിവസം ജിബ്രീലിനെ കാണാതെയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വേദനിക്കുകയാണ്. അപ്പോഴാണല്ലോ റബ്ബ് പറഞ്ഞത്, വല്ലുഹാ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, നിങ്ങളോട് നിങ്ങളെ റബ്ബ് വിട പറഞ്ഞിട്ടില്ല, നിങ്ങളെ റബ്ബ് പിണങ്ങിയിട്ടില്ല, ജിബ്രീൽ നിങ്ങളോട് പിണങ്ങിയിട്ടില്ല. ആ ജിബ്രീലാകുന്ന മലക്കിനെ ഒരൊറ്റ ദിവസം പോലും പണക്കാൻ ആ നബിക്ക് ആഗ്രഹമില്ലായിരുന്നുവെങ്കിൽ, മുഅ്മിനീങ്ങളെ, നമ്മുടെ സമീപത്ത് റഹ്മത്തിന്റെ മലക്ക് വരണം. നമുക്ക് മലക്കിന്റെ കാവല് വേണം. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിന് റഹ്മത്തിന്റെ മലക്കിന്റെ കാവലുണ്ട്. ഈ മജ്ലിസിലുള്ള മുഴുവൻ ആളുകളും വിദ്യാർത്ഥികളാണ്. ഇവിടെ മലക്കുകളുടെ കാവലുണ്ട്. ആ കാവൽ ലഭിക്കണമെങ്കിൽ നിനക്ക് ജനാബത്തുണ്ടെങ്കിൽ നിന്റെ അടുക്കൽ മലക്ക് വരുന്നതല്ല, കാവൽ ലഭിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരാൻ വൈകിയപ്പോ അങ്ങനെ നിന്നു. വരാതിരുന്ന കാരണം മനസ്സിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്താണെന്നറിയാതെ അങ്ങനെ അല്പം വേദനയിലാണ്. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. വന്നിട്ട് ഗേറ്റിന്റെ പുറത്ത് അവിടെ നിന്നിട്ട് ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് കയറട്ടെ? അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, നഅം, കയറിക്കോളൂ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, എന്നാൽ ഞാൻ അങ്ങോട്ട് കയറുകയില്ല, കാരണം എനിക്ക് പെർമിറ്റ് റബ്ബിൽ നിന്ന് ലഭിച്ചിട്ടില്ല. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്. റബ്ബിന്റെ സമ്മതം ഉണ്ടായാലേ അങ്ങോട്ട് കയറാൻ പറ്റൂ. എനിക്ക് സമ്മതം കിട്ടിയിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, എന്താണ്? അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ ഒരു ജീവി ചത്തു കിടക്കുന്നുണ്ട്, ആ സാധനത്തെ എടുത്തു മാറ്റണം. അതെടുത്തു മാറ്റിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിൽ നമ്മുടെ വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരണമെങ്കിൽ മാലിന്യങ്ങൾ മാറ്റണം. പട്ടിയെ അകത്തു നിന്ന് പുറത്താക്കണം. പട്ടി അകത്ത് വരാൻ പാടില്ല. പട്ടിയെ കാറിൽ കയറ്റരുത്.